ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ് ഹെഡർ. നമ്മൾ നോക്കാൻ പോകുന്ന പോയിസൺ ഓർ ആൻഡോട്ട് ആണ്. നമ്മളിത് വ്യക്തമായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഫാർമസിയിൽ പഠിക്കും. സോ ഇവിടെ നമുക്ക് അത്രയും ആവശ്യമില്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം മതിയായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ പോയിസൺ എന്താണെന്ന് അറിയണം. ഏതൊരു സാധനങ്ങളും നമ്മളെ ബോഡിയിലേക്ക് അബ്സോർബ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ലിവിങ് ഓർഗാൻസിനെ കൺസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവർക്കൊരു ഫേറ്റൽ കോൺസിക്വൻസസ്, അവരുടെ ഒരുപാട് എഫക്റ്റുകൾ തരുന്നുണ്ട്. അൺവാണ്ടഡ് റിയാക്ഷൻസുകൾ, അൺവാണ്ടഡ് എഫക്റ്റുകൾ കൊടുക്കുവാണെങ്കിൽ അത് നമ്മൾ പോയിസൺ എന്നാണ് പറയുക കേട്ടോ. സോ നമുക്ക് പോയിസൺ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ കൗണ്ടർ ആക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആന്റിഡോട്ട്സുകൾ യൂസ് ചെയ്യാറുണ്ട്. സോ എങ്ങനെ പോയിസൺ ആക്കാം? ഇൻഹെയിൽ ആകാം, ഇൻജസ്റ്റഡ് ആകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബോഡിയിൽ കോൺടാക്റ്റുകൾ വന്നിട്ട് അബ്സോർബ് ആവാം കേട്ടോ. ഏത് മോഡ് ഓഫ് മെത്തേഡ് വേണമെങ്കിലും പോയിസൺ അഡോപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇതാണ് ബേസിക് ഒരു ഇൻഫർമേഷൻ പറയാനുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് 5 കീ പോയിന്റ്സുകളാണ് എങ്ങനെയാണ് നമ്മൾ ജനറലി ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് പ്രോംപ്റ്റ് അസസ്മെന്റ് ആൻഡ് സ്റ്റെബിലൈസേഷൻ ആണ്. സോ ഒരു പേഷ്യന്റെ വൈറ്റൽസ് ചെക്ക് ചെയ്യുക, സ്റ്റെബിലൈസ്ഡ് ആണോ, ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പോയിസൺ ആണ്. ഏത് പോയിസണാണ് കഴിച്ചത്, അത് കഴിച്ച ആരെങ്കിലും കണ്ടവരുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻഡോട്ടർ സ്പെസിഫിക് തെറാപ്പി. ഏത് ആൻഡോട്ടറിന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതാണോ സ്പെസിഫിക് തെറാപ്പി അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് സപ്പോർട്ടീവ് കെയർ ആൻഡ് മോണിറ്ററിംഗ് ആണ്. സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുക. പിന്നെ റെസ്പിറേറ്ററി ഫെയിലർ ഉണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക, IV ഫ്ലൂയിഡ്സ് കൊടുക്കുക. സോ ഇതൊക്കെ നിങ്ങൾ ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഫാർമസി നന്നായിട്ട് പഠിക്കും. ഇവിടെ അതിന്റെ അത്രയും ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നെ ലാസ്റ്റ് വൺ ഈസ് കൺസൾട്ടേഷൻ വിത്ത് പോയിസൺ കൺട്രോൾ സെന്റർ. നമ്മൾ പോയിസൺ കൺട്രോൾ സെന്ററുമായിട്ട് എങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. സോ നമ്മൾ നെക്സ്റ്റ് ഒരുപാട് മെത്തേഡ്സുകളുണ്ട്. സോ അത് നോക്കാൻ പോകുന്നത് ദ ഫസ്റ്റ് വൺ ഈസ് ഫിസിയോളജിക്കൽ ആൻഡോട്ട് ആണ്. സോ ഫിസിയോളജിക്കൽ ആൻഡോട്ട്സ് ചെയ്യുന്ന വെച്ചാൽ ബേസിക്കലി ഓപ്പോസിറ്റ് എഫക്ട് ഓഫ് ദ പോയിസൺ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണോ പോയിസൺ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എഫക്ട് കൊടുക്കുകയാണ് ചെയ്യുക. സോ എക്സാമ്പിൾ സോഡിയം നൈട്രേറ്റ് ആണ്. സോ സൈനൈഡ് പോയിസണിങ്ങിൽ. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് മെക്കാനിക്കൽ ആൻഡോട്ട് ആണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സോർപ്ഷനെ പ്രിവെന്റ് ചെയ്യുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാർക്കോൾ ആണ്. ഒരു പോയിസൺ ബോഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പോയിസൺ ബോഡി അബ്സോർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അതിന് ബ്ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ് മെക്കാനിക്കൽ ആൻഡോട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വൺ ഈസ് കെമിക്കൽ ആൻഡോട്ട് ആണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ പോയിസണിന്റെ കെമിക്കൽ നേച്ചറിനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. എക്സാമ്പിൾ സോഡിയം തയോസൾഫേറ്റ് ആണ് ഫോർ സൈനൈഡ് പോയിസണിങ്. ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ബേസിക്കലി ന്യൂട്രലൈസ് ചെയ്യുകയാണ് കൂടുതലും ചെയ്യാറുള്ളത് പോയിസണിന്റെ ആക്ഷന്. സോ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. ഒറ്റ സ്ട്രെച്ചോടെ ക്ലാസ് മാത്രം കേട്ടാൽ മതി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇനി നമ്മൾ ഡ്രഗ്സുകൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈസ് സോഡിയം നൈട്രേറ്റ് കേട്ടോ. സോഡിയം നൈട്രേറ്റ് ആണ്. സോ ആൻഡോട്ട് ഫോർ സയനൈഡ് പോയിസണിങ് ആണ്. ഇതൊരു വാസോ ഡൈലേറ്റഡ് പ്രോപ്പർട്ടി ഉണ്ട്. അസോഡൈസുകളിൽ ഉപയോഗിക്കാറുണ്ട്. ആന്റി ഓക്സിഡന്റ് ആണ്. അത് മാത്രമല്ല ആൻഡോട്ടൽ പ്രോപ്പർട്ടി എന്നതിനേക്കാൾ ഒരുപാട് തെറാപ്യൂട്ടിക്കൽ പ്രോപ്പർട്ടി കാണിക്കാറുണ്ട്. ഒന്നും കൂടെ പറയാം, സയനൈഡ് പോയിസണിന് വേണ്ടി നമ്മൾ ആൻഡോട്ട് ഉപയോഗിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ടത്. വാസോ ഡൈലേറ്റർ ആണ്, അസോഡൈസിൽ ഉപയോഗിക്കാറുണ്ട്, ആന്റി ഓക്സിഡന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സോഡിയം തയോസൾഫേറ്റ് ആണ്. ആൻഡോട്ട് ആണ്, സയനൈഡ് പോയിസണിൽ ഉപയോഗിക്കാറുണ്ട്. ആന്റി ഫംഗൽ ഏജന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയും ഉണ്ട് കേട്ടോ. എന്തൊക്കെയുള്ളത്? ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഫംഗൽ ആണ്, സൈനൈഡ് പോയിസണിങ്ങിനും ഉപയോഗിക്കാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ആക്ടിവേറ്റ് ചാർക്കോൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആക്ടിവേറ്റ് ചാർക്കോൾ എന്താ ചെയ്യുക, അബ്സോർബിംഗ് ആണ് ചെയ്യുക അല്ലേ. സോ ബേസിക്കലി ആക്ടിവേറ്റ് ചാർക്കോൾ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ആൻഡോട്ടിനും ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ പോയിസണിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആൻഡോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. സ്പെസിഫിക് ടൈപ്പ് മാത്രമേ പറ്റുള്ളൂ. അത് ബോഡിയിൽ ഫർദർലി അബ്സോർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മെക്കാനിക്കലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ആക്ടിവേറ്റ് ചാർക്കോൾ. ഇത് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല ഡയറിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഡയറിയിൽ നമുക്കറിയാം ഒരുപാട് വാട്ടർ ലോസ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഡയറിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ യൂണിവേഴ്സൽ ആൻഡോട്ടിന്റെ ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. 2 part of activate charcoal, 1 part of magnesium oxide, 1 part of tannic acid. It's very important. ഉറപ്പായിട്ടും ചോദിക്കും. ഈ ഒരു എമൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എമൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. 2 part of activate charcoal, 1 part of magnesium oxide and 1 part of tannic acid. സോ നമുക്ക് എല്ലാവർക്കും അറിയാം പോയിസണിങ്ങിന് ഒരുപാട് മെത്തേഡ്സുകൾ യൂസ് ചെയ്യേണ്ടി വരും. ഒരു സിമ്പിൾ മെത്തേഡ് മാത്രമായിരിക്കില്ല, ഒരുപാട് ആൻഡോട്ട്സുകൾ യൂസ് ചെയ്യേണ്ടി വരും. സോ ബേസിക്കലി എന്താ വെച്ചാൽ എന്താ പോയിസണിന് പഠിക്കുക, 3 മെത്തേഡ് പഠിക്കുക, ഡ്രഗുകൾ മാത്രം പഠിച്ചാൽ മതി. അല്ലാണ്ട് വേറെ ഒരു കാര്യം എക്സ്ട്രാ പഠിക്കേണ്ട കാര്യം പോയിസൺസ് ഒക്കെ നമുക്ക് അല്ലാണ്ട് പഠിക്കാനായിട്ട് ഇനിയും ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ഇട്ട് കാണാം. ബൈ.